ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ക്രാബിൽ നിന്ന് പാത്തോങ് ബീച്ചിലേക്കാണ് പോകുന്നത്. നമുക്ക് നമ്മുടെ ഹോട്ടലിൽ അവിടുന്ന് 3 hours ഡ്യൂറേഷനാണ് റൂമിലോട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ പുറപ്പെട്ടു. നമ്മുടെ ടാക്സിയും കാര്യമൊക്കെ വന്നു. നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ റൂമിന് ഫ്രണ്ടിൽ വന്നൊരു ടാക്സി വന്ന് നിർത്തി തന്നു. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റൂമാണ്. നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കയറി ആകെ ടയേർഡായിരുന്നു. അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുത്ത് നമ്മളിത് മാറ്റി ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. നമുക്കൊരു 5 മിനിറ്റാണ് റൂമിൽ നിന്ന് നടക്കാനുള്ളത് പാത്തോങ് ബീച്ചിലോട്ട്. അതേപോലെ തന്നെ നിങ്ങൾ റൂം എടുക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കുക. അറിയാവുന്നത് നമുക്ക് ഇവിടെ പോകാനുള്ള ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ അതിന് തൊട്ടടുത്തായിട്ട് റൂം എടുക്കാൻ വേണ്ടി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെറിയ റേറ്റ് ഡിഫറൻറ്റ് നമ്മൾ വെറുതെ ലോങ് റൂം എടുത്തിട്ട് ടൈമും അതേപോലെ തന്നെ പ്രൈസും കാര്യമൊക്കെ നഷ്ടമാവും. അപ്പോൾ അതിൽ നല്ലത് അങ്ങനെ ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മളിതാ നൈറ്റ് മാർക്കറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഫിലിമിലാണ് നൈറ്റ് മാർക്കറ്റും അങ്ങനത്തൊക്കെ കണ്ടിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു നൈറ്റ് മാർക്കറ്റ് കണ്ടിട്ടുള്ളത്. സോ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ പോകുന്ന ടൈമിൽ എന്തോ ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ ആ ഒരു കൊട്ടയിലേക്ക് ക്യാഷ് ഇങ്ങനെ കൊണ്ടിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആളുടെ അത് കണ്ടിട്ട് ജാക്കി ചാൻ ആണെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് പേരെ നോക്കി നിന്നു. നമ്മളും അതേപോലെ തന്നെ ചെറിയ എന്തോ ക്യാഷ് കൊണ്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മളത് കുറച്ച് നേരം കണ്ടിങ്ങനെ നിന്നു. കുറേ ആൾക്കാർ വീഡിയോസും കാര്യമൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളത് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി. കുറേ ആൾക്കാർ ബോർഡും കാര്യമൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്ന കണ്ടു. അതിൽ ബിയർ അതേപോലെ തന്നെ ശീശ അങ്ങനത്തെ ഓരോന്ന് പറഞ്ഞിട്ടുള്ള ബോർഡായിരുന്നു. അപ്പം അങ്ങനത്തെ ഇൻട്രസ്റ്റുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ സത്യം പറയണ മുതലാക്കും. അങ്ങനെ നമ്മൾ മുമ്പോട്ട് നടന്ന സമയത്ത് ഒരു ക്ലബ്ബൊക്കെ കണ്ട്, ഇല്ലൂഷൻ എന്ന് പറഞ്ഞിട്ട്. അതൊരു ഫേമസ് ക്ലബ്ബാണ് അവിടുത്തെ. നമുക്ക് കയറാൻ ടിക്കറ്റ് നോക്കിയപ്പോൾ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് നമ്മൾ സ്കിപ്പ് ചെയ്തു. അങ്ങനെ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നപ്പോൾ കുറേ ഇതേപോലത്തെ ബാറും കാര്യങ്ങളൊക്കെ കണ്ടു. അവിടെ കുറേ ആളുകൾ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സത്യം പറയണേ കണ്ട് തള്ളി എന്നുള്ള പോലത്തെ ഒരു ഫീലിങ്സ് ആയിരുന്നു അവിടെ പോയ സമയത്ത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് നടന്ന ടൈമിൽ കുറേ ലേഡീസ് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ബാറിൽ. ഫിലിമിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് തായ്ലാൻഡിലോട്ട് ചെക്കന്മാരെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല എന്നൊക്കെ. വേറെ ഒന്നല്ല, അവിടെ എല്ലാം അവൈലബിൾ ആണ്. നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ആരും ഓവറായിട്ട് ഒന്നിനും നിർബന്ധിക്കില്ല. നമുക്കും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തൊക്കെ അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മുമ്പോട്ട് നടന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ഒരു ടീമാണ്, എനിക്ക് പേരിരിക്കുന്നതെന്നുള്ള അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അവരുടെ കൂടെ നമ്മൾ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ 100 ബാത്ത് കൊടുക്കണം. അപ്പോൾ പിന്നെ ഞാൻ അത് വേണ്ടെന്ന് വെച്ചു, സ്കിപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ മുമ്പോട്ടേക്ക് നടന്നു. അങ്ങനെ കുറച്ച് നേരം നടന്ന് പിന്നെ വ്യൂസും കാര്യമൊക്കെ കണ്ടു. പിന്നെ ബീച്ചിൽ പോയി കുറച്ച് നേരം ഇരുന്നു. പിന്നെ നമ്മൾ പോയി ഫുഡ് കഴിച്ചു. ഫുഡിന് അവിടെ അത്യാവശ്യം നല്ല കോസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. നമ്മൾ റിട്ടേൺ പോകാൻ വേണ്ടി നോക്കുമ്പോൾ കറണ്ട് പോയി. ഫുള്ള് ലൈറ്റൊന്നും ഇല്ലാതെ ആകെ സൈലൻ്റ് ആയിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ആകെ ബഹളവും കാര്യമൊക്കെ അടിപൊളിയായിരുന്നു. പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം കഴിഞ്ഞു. നമ്മൾ റിട്ടേൺ പോകുന്ന സമയത്ത് നമ്മൾ പോകുമ്പോൾ കണ്ട ടീം അവിടെ തന്നെ ഉണ്ടായിരുന്നു. റിട്ടേൺ പോന്നു. ഓരോരുത്തരും ഓരോ ആക്ഷനും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ആൾക്ക് ക്യാഷ് ഇങ്ങനെ കൊണ്ടിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ആകെ ടയേർഡായി റൂമിലോട്ട് റിട്ടേൺ പോവുകയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ ഓരോ ഷോയും കാര്യമൊക്കെ കണ്ടിങ്ങനെ നടന്നു. നിങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ള അറിയില്ല, അതിലൊരു ലേഡി തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഡാൻസാണ്, പാട്ട് ഡാൻസാണ്. അപ്പോൾ ഞങ്ങളത് കണ്ടപ്പം കുറച്ച് നേരം നോക്കി നിന്നു.
അങ്ങനെ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ലഗേജും കാര്യമൊക്കെ നമുക്ക് അവിടെ തന്നെ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ റിസപ്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നൈറ്റ് നമ്മൾ ആകെ ടയേർഡ് ആയതുകൊണ്ട് മസാജും കാര്യമൊക്കെ ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങി കുറച്ച് നടന്നപ്പോൾ മസാജ് സെൻറ്ററും കാര്യമൊക്കെ കണ്ടു. അങ്ങനെ അവിടെ കയറി നമ്മൾ മസാജ് ചെയ്തു. ഞാനും ഇക്കയും കൂടെ ഒരുമിച്ചായിരുന്നു മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെ അടുത്ത് തന്നെ ഒരു സ്ട്രീറ്റ് ഉണ്ടായിരുന്നു, ഫുഡ് സ്ട്രീറ്റാണ്. അവിടെ കയറി നമ്മൾ ഒരു ജ്യൂസ് ട്രൈ ചെയ്തു. വേറൊന്നും കഴിച്ചില്ല. എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. എനിക്ക് ഇക്കകം വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ കഴിച്ചിട്ടില്ല. നമ്മൾ കഴിച്ചിട്ട് പിന്നെ വെറുതെ വയറിന് പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മൾ ഒരു ജ്യൂസ് കുടിച്ച് നമ്മൾ റിട്ടേൺ പോകാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടാക്സി വന്നിട്ടുണ്ടായിരുന്നു. ടാക്സി നമ്മളെ പിക്ക് ചെയ്തു. നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹോട്ടലിൽ നിന്ന്. നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് ഫുക്കറ്റ് എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായിരുന്നു. നമുക്കൊന്നെങ്കിൽ പാത്തോം ബീച്ചിൻ്റെ അവിടെ തന്നെ എടുത്തിട്ട് മോർണിംഗിലേക്ക് നമുക്ക് ടാക്സിയും കാര്യമൊക്കെ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ പോവാം. അതല്ല നിങ്ങൾക്ക് മോർണിംഗ് തന്നെ യാത്ര ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഫുക്കറ്റ് എയർപോർട്ടിൻ്റെ അടുത്ത് റൂം എടുത്തിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി നോക്കാം. നമ്മൾ റൂം എടുത്തിട്ടുള്ളത് ഫുക്കറ്റ് എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ കൂട്ടാൻ എന്തായാലും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.